ഹലോ എവരിവൺ. സോ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ LBS ഓൾറെഡി രജിസ്റ്റർ ഒക്കെ ചെയ്തു, ആപ്ലിക്കേഷൻ ഡേറ്റ് ഓൾമോസ്റ്റ് നാളെ കഴിയും. ഇപ്പോൾ ഇനിയും രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയി രജിസ്റ്റർ ചെയ്യുക. ആൻഡ് ഇപ്പോൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് ഒക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം രജിസ്റ്റർ ഡേറ്റ് നോക്കി, പിന്നെ നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പം ഇനി എന്ന് വെച്ചാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പം LBSൻ്റെ അതിൽ ഓരോരോ അപ്ഡേറ്റ്സ് വരും. അപ്പോൾ ഇത് എല്ലാവരും കാത്തിരിക്കുന്ന അടുത്ത കാര്യം എന്താണ്? ഓഫ് കോഴ്സ് അലോട്ട്മെൻ്റ് ആയിരിക്കും അല്ലേ. സോ LBSന് കുറച്ചധികം അലോട്ട്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്ക് ഒന്ന് 10 സംതിങ് അലോട്ട്മെൻറ്റ് എന്തോ ഉണ്ട്. കറക്റ്റ് ഇതേ എനിക്ക് എല്ലാം കാത്തിരുന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അതിൽ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അങ്ങനെ പോകും. അപ്പം ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന അലോട്ട്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റിന് മുമ്പ് LBSന് ഒരു കാര്യം വരും, എന്നാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ അല്ലേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഓപ്ഷൻ രജിസ്ട്രേഷൻ. അപ്പോൾ നിങ്ങൾ ഇൻഡെക്സ് ഒക്കെ ഓൾറെഡി കൂട്ടി വെച്ചിട്ടുണ്ട്, 300 എത്രയാണ് മാർക്ക് എന്നുള്ളത്. അപ്പോൾ ഇൻഡെക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് അറിയണമെങ്കിൽ വേഗം ചാനലിൽ പോയി നോക്കാം, ചാനലിൽ വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് തിങ് ഈസ് നിങ്ങൾ കോളേജ് കൊടുക്കാൻ, ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഓഫ് കോഴ്സ് നിങ്ങൾ നഴ്സിംഗ് ഓർ പാരാമെഡിക്കൽ എന്തായാലും നിങ്ങൾ അടുത്തുള്ള കഫേയിൽ പോയി ഓപ്ഷൻ കൊടുക്കും. ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മണ്ടത്തരമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം കുറേ ടൈപ്സ് ഓഫ് സ്റ്റുഡൻസ് കാണും. അതായത് ചിലർ പറയും ഓക്കെ എനിക്ക് ഗവൺമെൻറ് കോളേജ് തന്നെ വേണം, ഗവൺമെൻറ് കോളേജ് കിട്ടിയാൽ മാത്രമേ നഴ്സിങ്ങിന് പോകും, അല്ലെങ്കിൽ എനിക്ക് ഗവൺമെൻറ് കോളേജ് വേണം എന്ന് വാശി പിടിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അത് ഒരു ഗ്രൂപ്പ്. നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഗവൺമെൻറ് വേണം പക്ഷേ പ്രൈവറ്റ് ആയാലും കുഴപ്പമില്ല, അവർ മിക്സിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ചിലരുണ്ട് എനിക്ക് എവിടെയെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പം ഗവൺമെൻറ് കോളേജ് മാത്രം മതി എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് അത്ര നല്ല കോൺഫിഡൻസ് ആണ്. നിങ്ങൾ ഇൻഡെക്സ് 300 അല്ലെങ്കിൽ 299 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടിരിക്കാൻ കാര്യം നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലുള്ള കിട്ടും. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ അനാലിസിസ് പറഞ്ഞാൽ 299 ആൻഡ് 300 298 ഒക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്രയൊക്കെ ആയിരുന്നു ഗവൺമെൻറ് കോളേജിൽ കിട്ടിക്കൊണ്ടത്. അപ്പോൾ ഈ ഇയർ മാറുമെന്ന് നമുക്കല്ല, ട്രയൽ അലോട്ട്മെൻറ്റ് വന്നാലാണ് മനസ്സിലാവുക. അപ്പോൾ എന്തായാലും ഒരു 299 300 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി അതിൽ തന്നെ എനിക്ക് ഞാൻ ട്രിവാൻഡ്രം കിട്ടിയാലേ ഞാൻ പോകും, അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം മാത്രം ഓപ്ഷൻ വെക്കുന്നുള്ളൂ. സോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ദാറ്റ് ഈസ് വൻ മണ്ടത്തിലായി പോകും. അപ്പം ട്രിവാൻഡ്രം മാത്രം ചിലപ്പോൾ നിങ്ങളൊരു വർഷം പോയി. നിങ്ങൾ മെഡിക്കൽ കോളേജ് വയ്ക്കുമ്പോൾ എല്ലാ മെഡിക്കൽ കോളേജ് വയ്ക്കുക, ഗവൺമെൻറ് വയ്ക്കുമ്പോൾ എല്ലാ മെഡിക്കൽ കോളേജ് വയ്ക്കുക, നിങ്ങൾ പ്രൈവറ്റ് അനുസരിച്ച് വയ്ക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ അടുത്തുള്ള മെഡിക്കൽ കോളേജാണ് ആദ്യം വയ്ക്കുന്നത്, അത് ആദ്യം വയ്ക്കുക. ഇനി അല്ല എന്നെ പോലെ എൻ്റെ വീട് കൊല്ലത്താണ്, ഞാൻ പഠിക്കുന്ന കാലിക്കറ്റിലാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതല്ല നിങ്ങൾക്ക് കുറച്ച് വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കണം ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം, എനിക്ക് വേറെ ആരും അതിൽ ഇടപെടില്ല. മീൻസ് നിങ്ങൾ വീട്ടുകാരൊക്കെ ഇടപെട്ടാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക, അല്ലാണ്ട് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഏത് കോളേജ് വേണം എങ്ങനെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുക, നിങ്ങളുടെ ഫ്യൂച്ചറാണ്. സോ നിങ്ങൾക്ക് എത്ര എക്സ്പോഷർ കിട്ടുന്നോ, ഇപ്പോൾ കാലിക്കറ്റ് ട്രിവാൻഡ്രം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്ര നല്ല എക്സ്പോഷർ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടാകുക. ഐ മീൻ ക്ലിനിക്കൽ എക്സ്പോഷർ. നമ്മളിപ്പോൾ നഴ്സിങ്ങിന് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ പേഷ്യൻസ് ആണ്. അപ്പോൾ എത്ര നല്ല പേഷ്യൻസ് വരുന്ന സ്ഥലമാണോ അവിടെ പഠിച്ചാലാണ് കൂടുതൽ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് വരാൻ പറ്റുക. പക്ഷേ ബാക്കി കോളേജ് മോശമല്ലെന്നുണ്ടോ, എല്ലാ കോളേജും അതിൻ്റേതായിട്ടുള്ളൊരു റെപ്യൂട്ടേഷനൊക്കെ ഉണ്ട്. ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് കോളേജ് മാത്രം വയ്ക്കുക, പ്രയോറിറ്റി അനുസരിച്ച് വയ്ക്കുക, ഈ പറഞ്ഞ പോലെ വയ്ക്കുക. ഇനി മറ്റേ മണ്ടത്തിനും കാണിക്കുകയും ചെയ്താൽ എനിക്ക് 5 കോളേജ് മതി, പിന്നെ 5 വെക്കുന്നുള്ളൂ. ചിലപ്പോൾ കിട്ടിയേക്കാം, പക്ഷെ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ ആ ചാൻസ് കളയാം. നിങ്ങൾക്ക് 5 കോളേജാണ് വേണ്ടത്, മസ്റ്റായിട്ട് 5 വേണമെങ്കിൽ 5 എണ്ണം 1 2 3 4 5 എന്ന് പ്രയോറിറ്റി അനുസരിച്ച് വയ്ക്കുക. ബാക്കിയുള്ള നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ളത് നിങ്ങൾ ബാക്കി പ്രയോറിറ്റി കുറഞ്ഞനുസരിച്ച്. അപ്പം എൻ്റെ ഒരു കേസ് പറഞ്ഞാൽ എനിക്ക് കാലിക്കറ്റ് വേണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹം. ആൻഡ് ഞാൻ കാലിക്കട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാ കോളേജും വെച്ചു എക്സെപ്റ്റ് 1 or 2. ഞാൻ 10 കോളേജോ 12 കോളേജോ വെച്ചാൽ നമുക്ക് ഓൾറെഡി ടോട്ടൽ 14 നഴ്സിംഗ് കോളേജ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ഇനി പ്രൈവറ്റ് കോളേജിൻ്റെ കാര്യം പറയാം. കഴിഞ്ഞ പ്രാവശ്യത്തെ കോമ്പറ്റീഷൻ ഈ പ്രാവശ്യത്തെക്കാട്ടും കുറച്ചും കൂടെ കൂടാൻ ഒരു ചെറിയൊരു ചാൻസ് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ +2 എക്സാം വാസ് ഈസി. ഈ പ്രാവശ്യത്തെ +2 എക്സാം കുറച്ച് അല്ല ഇവിടെ കുറച്ച് പാടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം കഴിഞ്ഞ പ്രാവശ്യം റിപ്പീറ്റിന് പോയ ആൾക്കാരുണ്ട് LBSന് കൊടുക്കാതെ. അവർ ഈ പ്രാവശ്യം കൊടുത്താലോ അവർക്ക് ഈസി ആയിട്ട് കയറാം. ആർക്കും കൊടുക്കാതെ LBSൻ്റെ ആപ്ലിക്കേഷൻ +2 കഴിഞ്ഞാൽ ആർക്കും കൊടുക്കാം. സോ അവർ കൊടുത്താൽ അവർക്ക് കയറാനുള്ള ചാൻസ് കൂടും. നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യല്ല കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും കോളേജ് കിട്ടേണ്ടവരാണെങ്കിൽ കോളേജ് കിട്ടിയിരിക്കും. നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ട് ഒരിക്കലും ആ കോളേജ് നിങ്ങൾക്ക് കിട്ടാണ്ട് പോലും. ഇപ്പോൾ എൻ്റെ പുറത്ത് നല്ല വെയിലടിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഗ്ലെയർ വരും. നിങ്ങളൊന്ന് കോപ്പറേറ്റ് ചെയ്യുക, ഓക്കെ? ബുദ്ധിമുട്ടില്ലെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനി പ്രൈവറ്റ് ആണ് നിങ്ങൾ ഇപ്പം നിങ്ങളുടെ മാർക്ക് ഇൻഡെക്സ് ഞാൻ പറയാം ഒരു 295 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജ് കിട്ടണമെന്ന് നിർബന്ധമില്ല. കിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി കാസ്റ്റ്, ആ കാര്യങ്ങളൊക്കെ നോക്കും. അതിലോട്ട് ഞാൻ പോകുന്നില്ല. ചില കാസ്റ്റിന് പ്രയോറിറ്റി ഉള്ള കോളേജസ് ഉണ്ട്, അല്ലെങ്കിൽ ചില കാസ്റ്റിന് റാങ്ക് കിട്ടും. നിങ്ങൾക്ക് സീനിയർ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റാങ്ക് കിട്ടും. അങ്ങനത്തെ കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ഇടയ്ക്ക് ഉണ്ടെങ്കിലും ഐ മീൻ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്കറിയാം 295 ആണ് മാർക്സ്. എനിക്ക് 295 ആണ്. ഷാരു പറഞ്ഞു
ഞാൻ പറഞ്ഞു എന്താണ് ഗവൺമെൻറ് കോളേജ് ഇല്ല, ഞാൻ ഗവൺമെൻറ് കോളേജ് വെക്കുന്നില്ല, അതും മണ്ടത്തരമാണ്. നിങ്ങൾക്ക് 295 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പ്രയോറിറ്റി ഗവൺമെൻറ് കോളേജ് തന്നെ വെക്കുക. പ്രയോറിറ്റി ഗവൺമെൻറ് കോളേജ് തന്നെ വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗവൺമെൻറ് കോളേജൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജൊക്കെ നിങ്ങൾ വെച്ചോ, പ്രയോറിറ്റിക്ക് വെക്കുക. ഗവൺമെൻറ് കോളേജ് വെച്ചെന്ന് പറഞ്ഞ് കുറ്റമൊന്നുമില്ല, മനസ്സിലായോ? then ആ പ്രൈവറ്റ് കോളേജ് നിങ്ങൾ വെക്കുക. ഓക്കെ, ഇനി അതിലും ഇൻഡെക്സ് താഴെ 290 ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന സിമെറ്റ് കോളേജുകളുണ്ടല്ലോ, സിമെറ്റ് കോളേജുകൾ അതേപോലെ പ്രൈവറ്റ് കോളേജുകളെല്ലാം നിങ്ങളിങ്ങനെ ഓർഡറായിട്ട് വെക്കുക. അല്ല എനിക്ക് 290 ഉള്ള ഗവൺമെൻറ് കോളേജ് മാത്രം ഗവൺമെൻറ് കോളേജ് മാത്രം വെച്ച് വരരുത്. അങ്ങനെയൊക്കെ വെച്ച് വന്നാലുള്ളൊരു പ്രശ്നം എന്താണ്, നിങ്ങൾക്ക് അഥവാ കിട്ടിയില്ലെങ്കിൽ ഓക്കെ PMC മാക്ക് പോലെ വേറെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് അബ്രോഡ് പോയി നഴ്സിംഗ് പഠിക്കാൻ, ജർമ്മൻ പഠിക്കാം, അല്ലെങ്കിൽ ബാംഗ്ലൂരുള്ള ഓപ്ഷൻസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ ഒരിക്കലും നിങ്ങൾക്ക് ഓക്കെ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഹോപ്പ് വിടുന്ന ഒരു സാധനം ഒരിക്കലും വേണ്ട. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരെന്ത് ചെയ്യുക, എല്ലാ കോളേജസും വെക്കുക. നിങ്ങൾക്ക് പറ്റുന്നത്ര കോളേജ് എനിക്ക് എങ്ങനെയെങ്കിലും, ഇപ്പോൾ മൂന്നാമത്തെ ആൾക്കാരുടെ കാര്യമായിട്ടാണ് പറഞ്ഞത്, സെക്കൻഡ് ആൾക്കാരുടെ കാര്യം ഓൾറെഡി പറഞ്ഞു. ഈ മൂന്നാമത്തെ ആൾക്കാരാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ മതി, കേരളത്തിൽ എവിടെയെങ്കിലും ഒരു നഴ്സിംഗ് സീറ്റ് കിട്ടിയാൽ മതി. നഴ്സിംഗ് അത്ര ആഗ്രഹിച്ചിരിക്കുന്ന ഓക്കെ ഭയങ്കര ആഗ്രഹത്തോട് വന്ന് പഠിക്കാൻ പറ്റിയൊരു കോഴ്സാണ് നഴ്സിംഗ്. അപ്പോൾ നിങ്ങളായിരിക്കും ഞാൻ ഭയങ്കര ആഗ്രഹിച്ചാണോ വന്നത് നഴ്സിംഗ് പഠിക്കാൻ? ഒരിക്കലുമല്ല. നഴ്സിങ്ങിനോടല്ലായിരുന്നു എനിക്ക് താല്പര്യം, എനിക്ക് ടീച്ചിങ് ആയിരുന്നു താല്പര്യം, എനിക്ക് കെമിസ്ട്രി ആയിരുന്നു താല്പര്യം. പിന്നെ എന്തുകൊണ്ട് നഴ്സിംഗ് എന്ന് വെച്ചാൽ അറിയില്ല. പക്ഷേ ഇപ്പം ചെയ്ത് വന്നപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ ഒട്ടും നഴ്സിംഗ് വെറുപ്പാണെന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ആൻഡ് ദൂരെ പോകുന്നവർ ഒരു ആവേശത്തേറി പോയാലും നിങ്ങൾക്ക് ആദ്യത്തെ ഇനീഷ്യൽ പീരീഡിൽ കുറച്ച് ഹോം സിക്നെസ്സും കാര്യങ്ങളൊക്കെ തോന്നും. അതൊക്കെ എങ്ങനെയൊക്കെയാണ് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഓൾറെഡി പറയുന്നതായിരിക്കും, ഓൾറെഡി അല്ല ഇനി ഞാൻ പറയുന്നതായിരിക്കും. ആൻഡ് പിന്നെന്താണ്, സോ അങ്ങനെയുള്ളവർ ഞാൻ പറഞ്ഞ മൂന്നാമത്തെ കാറ്റഗറിയുള്ളതെന്ന് വെച്ചാൽ പറ്റുന്ന ഓപ്ഷൻസ് ഒക്കെ വെക്കുക. നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള എല്ലാ ഓപ്ഷൻസും വെക്കുക. സോ ഇങ്ങനെ ബുദ്ധിപരമായിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഓപ്ഷൻസ് വെക്കാൻ പറ്റും. സോ ഇങ്ങനെ ഓപ്ഷൻ വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ആണ് കൂടുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കാം. ഇനി അതല്ല LBSന്റെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് കോളേജിൻ്റെ ലിസ്റ്റ് കിട്ടും. ആ ലിസ്റ്റ് അനുസരിച്ച് നോക്കുക ഏതൊക്കെ കോളേജസിൽ ഏതൊക്കെ സീറ്റിനാണ് ലാസ്റ്റ് കയറിക്കുന്നത്. നമുക്ക് വഴിയെ ചെയ്യാം, അത് നിങ്ങൾ നോക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ INC അപ്രൂവ് ചെയ്ത കോളേജസിൽ മാത്രമേ നിങ്ങൾ ചേരാവൂ. നിങ്ങൾ INC അപ്രൂവൽ ഇല്ലാത്ത കോളേജ് പഠിച്ചാൽ പ്രശ്നം നിങ്ങൾക്ക് അബ്രോഡ് പോലും പോകാൻ പറ്റും. ഇപ്പോൾ നേഴ്സസ് പഠിക്കുന്നവരിൽ ഭൂരിഭാഗം പേരുടെ ആഗ്രഹം എന്താണ്? അബ്രോഡ് പോകാനല്ലേ അല്ലേ? അപ്പം INC റെക്കഗ്നേഷൻ അത് അബ്രോഡ് മാത്രമല്ല, നമ്മൾ കുറേ കാര്യങ്ങൾ അത് പിന്നെ എഫക്റ്റ് ചെയ്യും. സോ നിങ്ങൾ ഒരു കോഴ്സ് ലൈക്ക് ഇപ്പം നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ നഴ്സിംഗ് ഒരു കോളേജിൽ ചേരുന്നതിന് മുമ്പ് മേക്ക് ഷുവർ ദാറ്റ് ആ കോളേജിന് INC ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് INC എന്ന് സെർച്ച് ചെയ്ത് ഗൂഗിളിൽ പോവുക. അവിടെ ലിസ്റ്റ് ഓഫ് INC ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകരിച്ചിരിക്കുന്ന കോളേജുകളുടെ ലിസ്റ്റ് ഉണ്ടാകും. ഓരോ സ്റ്റേറ്റ് വൈസ് ഉള്ള കോളേജിൻ്റെ ലിസ്റ്റ് ഉണ്ടാകും. ആ ലിസ്റ്റിൽ ചെക്ക് ചെയ്യാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ ലിസ്റ്റിലുണ്ടോ. ഇല്ലെങ്കിൽ ആ കോളേജിൽ പോകരുത്. അപ്പോൾ ഇനി ചില കേസുണ്ട്, എക്സെപ്ഷണൽ കേസുണ്ട്. ഇപ്പോൾ ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ അലോട്ട്മെന്റ് കൊടുക്കാൻ തന്നെ കാലിക്കറ്റിന് INC കിട്ടിയിട്ടില്ല. പക്ഷേ ഇവ ഷുവർ ഓക്കെ ഇത്ര നല്ല മെഡിക്കൽ കോളേജ് ആയിട്ട് എന്താണ് INC കിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ വെച്ചു. എൻ്റെ ഒരു ഭാഗ്യത്തിന് പിന്നെ കാലിക്കറ്റിന് INC കിട്ടി. ഓക്കെ, ഇപ്പം നിങ്ങൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കണം ഞാൻ പറയില്ല. ഇപ്പോൾ ഗവൺമെന്റ് കോളേജൊക്കെ ആണെങ്കിൽ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാ ഗവൺമെന്റ് കോളേജിനും INC കിട്ടും. ഓക്കെ ഫൈൻ. അല്ലാത്ത പക്ഷം നിങ്ങൾ INCയുടെ കാര്യം സൂക്ഷിക്കുക. ഓക്കെ, നിങ്ങൾ തിരക്കുക ഇവിടെ INC കിട്ടാറുണ്ടോ, അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുക INC കിട്ടിയിട്ടുണ്ടോ, എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് തിരക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം കേട്ടോ. ചുമ്മാ നിങ്ങൾ ഓപ്ഷൻ വെക്കുമ്പോൾ ഇങ്ങനത്തെ INCയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചിലർക്ക് അറിയില്ല എന്താണ് INC, എന്തിനാണ് INC അംഗീകാരം, INC അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ എന്താ ആലോചിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് കുറേ നഴ്സിംഗ് അപ്ഡേറ്റ്സും ഇനി അതല്ല നിങ്ങൾ എൻ്റെ ഷോർട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ ജീവിതങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫുഡ്, ഞങ്ങൾ കഴിക്കുന്ന ഫുഡ്, ഞങ്ങളുടെ ഡെയിലി റൊട്ടീൻ ഇതൊക്കെ ഞാൻ കാണുക. ക്ലിനിക്സ് എൻ്റെ ഫസ്റ്റ് ടൈമിലെ ക്ലിനിക്സിൻ്റെ എക്സ്പീരിയൻസ് എന്തെല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.